തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിങ്ങനെ ആ ദൂരം കുറയും തോറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം കൊഴുക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കുന്നതിന് അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ CPM BJP നയം കേരളത്തിൽ നടപ്പാക്കുകയാണ്, BJPയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ്. ഇതിപ്പോഴെങ്ങും തുടങ്ങിയതല്ല, 2016 തുടങ്ങിയതാണ്. അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, പരസ്പരം പാലൂട്ടുന്ന ചങ്ങാതിമാരാണ് ഈ വരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം അത് തിരുത്തിയിട്ട് പരസ്പരം പരിപോഷിപ്പിക്കുന്ന സംഘടനകളാണെന്ന് പറയുന്നു. യുക്തിഭദ്രമാണോ ഈ വാദം? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എതിർ മുന്നണികൾക്കെതിരെ ആവശ്യം വേണ്ടതായിട്ടുള്ള ശരപ്രയോഗങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ഒരു വശത്ത് VD സതീശ് നടത്തുമ്പോൾ മറുവശത്ത് രമേശ് ചെന്നിത്തലയും നടത്തും. കാരണം അവരിരുവരും മത്സരത്തിലാണ്. ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറേണ്ടത്? അതുകൊണ്ട് നിശബ്ദനായിരുന്നാൽ അവർ ശ്രദ്ധിക്കപ്പെടില്ല. അതൊരു ബേസിക്കായിട്ടുള്ള പ്രോബ്ലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി BJPയും അതേപോലെ CPMവും തമ്മിൽ പരസ്പരം ബന്ധം പുലർത്തുന്നു എന്ന് കോൺഗ്രസ് പറയുമ്പോൾ CPM പറയുന്നത് എന്താണ്? കോൺഗ്രസും BJPയും പരസ്പരം ബന്ധം പുലർത്തുന്നതാണ്. ഇങ്ങനെ പരസ്പരം പരിപോഷിപ്പിക്കുന്ന സംഘടനകളാണ് എന്ന് ഇവർ ഓരോരുത്തരും പഴിചാരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യും. BJP പറയുന്നത് കേട്ടാൽ അതിനേക്കാൾ വലിയ തമാശ. BJP പറയുന്നത് CPMവും കോൺഗ്രസും തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്നാണ്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ വന്ന സമയത്ത് തൃപ്പൂണിത്തുറയിലും അതുപോലെ പാലക്കാട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണം ഇതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പരസ്പരം എന്ത് ചെയ്തു? അവരങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്തു. അപ്പോൾ ഇതല്ലേ പരസ്പരം പോഷിപ്പിക്കില്ലെന്നാണ് ചോദിക്കുന്നത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ ഇരുമുന്നണികളും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇരുമുന്നണികൾക്കും വോട്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതും ആ വോട്ട് പോകുന്നത് BJPയിലേക്കാണ് എന്നതും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച. ഇന്നലെയാണ് ഒരു ഇടതു സഹയാത്രികൻ കാവ്യ പുതച്ച് നമ്മുടെ മുന്നിലൂടെ നടന്നുപോയത്. അപ്പോൾ പലരും പറയുന്നത് ഒരുപാട് CPMകാർ എന്തിലേക്ക് പോകും? BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ഘോഷയാത്ര എന്ന് പറയുന്നത് കരുണാകരൻ്റെ മകൾ പത്മജയും അതേപോലെ തന്നെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും വലിയ ഘോഷയാത്രയായിട്ട് BJPയിലേക്ക് കയറുന്ന മറ്റ് നിരവധി പേര്, നമ്മൾ ആ പേരുകൾ പറഞ്ഞത് മാത്രമേ. അപ്പോൾ BJP ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്നും അതേപോലെ തന്നെ CPMൽ നിന്നും ഊർജം ശേഖരിച്ച് നേതാക്കളെ പതുക്കെ രമേശിന്റെ ഭാഷയിൽ പറഞ്ഞ പോഷകം സ്വീകരിച്ച് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു ഉദാഹരണം വലിയ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് CPM ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ആരുടെയാണ് നഷ്ടമായത്? കോൺഗ്രസിൻ്റെ വോട്ട് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 85,000-ലധികം വോട്ട് കോൺഗ്രസിൻ്റെ നഷ്ടപ്പെടുമ്പോഴാണ് BJP അവിടെ എന്ത് ചെയ്യുന്നത്? അതേ വോട്ടിന് വിജയിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ CPMനോ ഇടതുപക്ഷത്തിനോ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കുറച്ചു കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം മൊത്തമായിട്ട് വോട്ട് ഒഴുകി അവിടെ പോയത് ആരുടേതാണെന്ന് വെച്ചാൽ അത് UDFൻ്റെ ആണ്, കോൺഗ്രസിൻ്റെ ആയിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദയനീയമായിട്ട് പരാജയപ്പെട്ടതിൻ്റെ അടിത്തറ അതായിരുന്നു. അപ്പോൾ വോട്ട് ആരിൽ നിന്ന് ആരിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഈ പ്രയോഗം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ തൃശ്ശൂർ എന്ത് ചെയ്തു? വോട്ടുകളെല്ലാം തിരിച്ച് UDFലേക്ക് കയറി. UDF ആണ് അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പോൾ UDFൻ്റെ വോട്ട് അന്ന് നഷ്ടമായി, ഇപ്പോൾ UDFലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ ഉള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഈ നേതാക്കൾ ഈ അബദ്ധം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഡാറ്റ എടുത്ത് അവർ പറയുന്നതായിട്ടുള്ള കാര്യത്തെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യുന്നത്? എന്താ താങ്കൾക്ക് ഇതിനോട് യോജിപ്പുണ്ടോ? തൃശ്ശൂരിൽ CPMൻ്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചതെന്ന് പറയുന്നത്. 75,000 അങ്ങനെ പോകുമോ? CPMൻ്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചെങ്കിൽ പ്രതാപൻ എങ്ങനെ തോറ്റു? പ്രതാപന് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചൊരു മണ്ഡലത്തിൽ
പ്രതാപൻ്റെ വോട്ട് BJP വാങ്ങി ജയിക്കുമ്പോൾ അതിൽ CPM-ൻ്റെ വോട്ടാണെന്ന് രമേശ് പറയുന്നതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബ്ലണ്ടേഴ്സാണ്. സാധാരണ നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പൊതു സ്വഭാവം ഇതാണല്ലോ, സത്യവിരുദ്ധമായ പ്രസ്താവന രാഷ്ട്രീയമായി മാത്രം സംസാരിക്കുക എന്നുള്ളത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ബേസ് ഉണ്ട്. ഇവർ മനസ്സിലാക്കുന്നതാണ്, നമ്മുടെ രാഷ്ട്രീയക്കാർ പൊതുവെ ചിന്തിക്കുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന രീതിയിലാണ്. എന്നിട്ട് അവർ മതേതരത്വം പുരപ്പുറത്തൊക്കെ കയറുന്ന വളരെ ഉച്ചസ്ഥരം പറയുന്ന ആൾക്കാർ. അപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് ഇവിടെ ശക്തിപ്പെടുന്നു എന്നുള്ളതിൽ ഇവർക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കയെ തമസ്കരിക്കുകയും അതിന് ഞങ്ങളല്ല കുറ്റവാളികൾ മറ്റവരാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് വർദ്ധിച്ചാൽ ആർക്കാണോ വിഷമുണ്ടാകുന്നത് അവർ കരുതുന്നത് ന്യൂനപക്ഷം എന്നാണെങ്കിൽ അങ്ങനെ ആ ന്യൂനപക്ഷത്തിൻ്റെ രക്ഷകരായിട്ട് സ്വയം വേഷം കെട്ടാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർ വേർതിരിച്ച് ഈ ഭയപ്പെടുത്തി തമ്മിൽ തല്ലിച്ച് എങ്ങനെ വിജയത്തിൻ്റെ കസേരയിലേക്ക് നടന്നു പോകാമെന്ന് പരിശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അപഹാസ്യമായ പ്രസ്താവനകളിലൂടെ നമ്മൾ കാണുന്നത്. കേരളം എന്ന് പറയുന്നത് ഇവരെപ്പോഴും പറയും മതനിരപേക്ഷ സംസ്ഥാനമാണെന്ന് പറയും. മതനിരപേക്ഷ സംസ്ഥാനത്തിൽ BJPക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്, CPM-ന് അവകാശമുണ്ട്, കോൺഗ്രസിനുണ്ട്, ലീഗിനുണ്ട്, എല്ലാവിധമായ പാർട്ടികൾക്കും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ഈ ഭരണഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയെ ജയിപ്പിച്ചത് മറ്റൊരു വിഭാഗമാണെന്ന് പറയുമ്പോൾ ആ വിഭാഗത്തോട് ഇപ്പോൾ ആരാണോ കൂടിച്ചേർന്ന് നിൽക്കുന്നത്, സ്വാഭാവികമായിട്ടും ഇവിടെ CPM-ൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവരും ഇതേ തന്ത്രം മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയായിട്ട് ഞങ്ങളെ ഉള്ളെന്നും പറഞ്ഞ് 1992-ിലോ 96-ലോ ഒക്കെ നടന്ന കലാപങ്ങളെ, വടക്കേന്ത്യയിൽ നടന്ന കലാപങ്ങളെ ഇപ്പോഴും സജീവമായി കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവർ ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ ഇപ്പുറത്ത് ഈ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരെ സഹായിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് നിങ്ങളെ അങ്ങ് വാരി പുണരാൻ തയ്യാറാണ്. അതുകൊണ്ട് CPM-ന് വോട്ട് കൊടുക്കരുത്, BJP വളർന്നാൽ നിങ്ങൾക്ക് ആപത്താണ്, ഞങ്ങളുടെയും പ്രശ്നം അതാണ് എന്നാണ് ഈ പറയുന്നത്. ഇവരൊന്നും അഖിലേന്ത്യാ വിഷയം പറയുകയില്ല, ഇവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയുകയില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങളെക്കുറിച്ച് പറയുകയില്ല. രാഷ്ട്രീയം രാഷ്ട്രീയം രാഷ്ട്രീയം. അത് അവർക്ക് ഈ അടുത്ത ഇലക്ഷനിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു പരിഹാസ്യമായ ശ്രമം. അതല്ലാതെ എന്ത് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യേണ്ട സമയമായി. അജണ്ട സെറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് AK ബാലൻ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക. അപ്പോൾ അങ്ങനൊരു വർഗീയ ഒരു ചായ കൊടുത്താൽ CPM-ന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് പുതിയൊരു അജണ്ട സെറ്റ് ചെയ്യുക BJP എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത, മറുഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത. ഈ വർഗീയതയാണ് ഇപ്പോൾ ഫലത്തിൽ, രാഷ്ട്രീയമല്ല, അജണ്ടയായിട്ട് ഫലത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്നെന്ന് തോന്നുന്നു. മാഷ് എങ്ങനെ നിരീക്ഷിക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സവിശേഷത ഇവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് വർഗീയതയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുഖ്യ അജണ്ട. അതിൻ്റെ ഒരു മുഖ്യ അജണ്ട അതായി കഴിഞ്ഞു. നേരത്തെ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പിനെ ജനകീയ പ്രശ്നങ്ങൾ വളരെ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വെക്കുമായിരുന്നു. അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പകരം ഈ സാധനം മതി, വർഗീയത പറഞ്ഞാൽ മതി. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഇടത് ജനാധിപത്യ മുന്നണിയെ ബോധ്യപ്പെടുത്തി: മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത്. അവരുടെ വോട്ട് നഷ്ടമായി. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഉത്തരേന്ത്യയിലൊക്കെ നടന്ന മുസ്ലിം വേട്ടയ്ക്കെതിരെ ശക്തമായിട്ട് അവർ പ്രതികരിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾ ഇവർക്കൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണെങ്കിലും അത് കുറേ നാളുകളായിട്ട് അവർക്ക് നഷ്ടമായി. എന്തുകൊണ്ട് എന്ന് അവർക്കും അറിയില്ല, മുസ്ലിങ്ങൾക്കും അറിയില്ല. മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. എന്താണ് CPM മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തതെന്ന് നമുക്കും അറിയാൻ പാടില്ല. എന്തായാലും CPM-നെതിരെ വോട്ട് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും അവർ UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. CPM-ന് ഒരു കാര്യം മനസ്സിലായി: മുസ്ലിം വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പായി. അപ്പോൾ ഉറപ്പായ സമയത്ത് അവർ തീരുമാനിച്ചു അത് വേണ്ട. അതുകൊണ്ടാണ് മാറാട് അവർ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നു, പക്ഷേ പാർട്ടി സെക്രട്ടറി അതിനെ എതിർക്കുന്നു. അങ്ങനെ അവിടെ തീരുമാനമായിട്ടില്ല എന്താവണം എന്നുള്ളത്. പക്ഷെ മാറാട് എന്തായാലും ചർച്ചയിൽ വന്നു. അതൊരു വിഷയമാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്നതായിരിക്കുമോ മുഖ്യമന്ത്രി പറയുന്നതായിരിക്കുമോ അവസാന അഭിപ്രായമായിട്ട്? അവസാന അഭിപ്രായം എന്താണെന്ന് നമുക്കിപ്പോൾ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തന്ത്രപരമായിട്ടാണ് പറയുന്നത്. അത് ശരി, ഓക്കെ. ഞാൻ പറയുന്നത് നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല. പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ പ്രസൻറ്റ് ചെയ്യേണ്ട ആവശ്യം. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി പൊളിറ്റിക്കൽ ലൈൻ പ്രസൻറ്റ് ചെയ്തു.
സർക്കാരിൻ്റെ നിലപാടുണ്ടാവണം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രായോഗിക രാഷ്ട്രീയത്തിൽ അതിനെ ഉപയോഗിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കാര്യം പറയുന്നു. പക്ഷേ ഇതിൽ രണ്ടിലേതാണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണകരം എന്നവർ കുറച്ച് ദിവസത്തിനുള്ളിൽ തീരുമാനത്തിലെത്തും. അങ്ങനെ തീരുമാനത്തിലെത്തിയാൽ മാത്രമാണ് ആര് പറഞ്ഞാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപൂർവങ്ങളായിട്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് പാർട്ടി സെക്രട്ടറി അതുപോലെ മുഖ്യമന്ത്രിയും ഒരു രാഷ്ട്രീയമല്ല വർഗീയമാണ് ആ കാര്യത്തിൽ ഇങ്ങനെ രണ്ട് തട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദനും പിണറായിയും ആയിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഒരൊറ്റ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടി ഇപ്പോൾ സെക്രട്ടറി ഒരു പക്ഷത്ത്, മുഖ്യമന്ത്രി ഒരു പക്ഷത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് സംഭവിക്കുക എന്ന് പറയുന്നത് അപൂർവതയല്ലേ സാറേ? അതിലൊരു കാര്യമുണ്ട്. ഇതൊരു ക്യാപ്സ്യൂളാണ്. അതായത് പാർട്ടി രണ്ട് അഭിപ്രായം പറഞ്ഞു. ഒരു വിഭാഗത്തോട് പറയും പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അത് ശരി. അതിലൊരു മറുവിഭാഗത്തോട് പറയും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. രണ്ട് കൂട്ടരെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രം എന്നല്ലാതെ പിണറായി വിജയന് അപ്പുറം ഈ പറയുന്ന സെക്രട്ടറിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നിർണായക തെരഞ്ഞെടുപ്പാണ് LDFനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യയിൽ അവർക്ക് അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ചുവപ്പ് മാഞ്ഞു എന്ന് എതിരാളികൾ കുട്ടിഘോഷിക്കും. അതുകൊണ്ട് എങ്ങനെയും തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മാനദണ്ഡങ്ങൾ വേണ്ട, 2 വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നവർ ഇനി മത്സരിക്കേണ്ടെന്ന് കർശനമായിട്ട് നടപടിയെടുത്ത് നിലപാടെടുത്ത് അതിനനുസരിച്ച് മത്സരം കൊണ്ടുപോയ പാർട്ടിയാണ് CPM. ഈ വർഷം അവർക്ക് മനസ്സിലായി അത് ചിലപ്പോൾ പരാജയത്തിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് അത് മാറ്റി. മാനദണ്ഡമില്ല, അല്ലെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിജയിക്കുന്ന സ്ഥാനാർത്ഥി, അതാണ് മാനദണ്ഡം. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ 3 പാർട്ടിയും പരസ്പരം ഈ വോട്ട് കച്ചവടം നടത്തുന്നതിനെക്കുറിച്ചും പരസ്പരം താലോലിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നിർത്തുന്നതാണ് നല്ലത്. അത് കേട്ട് ആളുകൾക്ക് നാണം അത് നിർത്തിയിട്ട് വേറെ പരിപാടികൾ തുടങ്ങിക്കോ. ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇത് ഒരു സുഖമുള്ള പരിപാടിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തലയോടി ചൊറിഞ്ഞും ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നത്. അത് നിർത്തായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ഈ പരസ്പര വായ്ത്താരികളല്ല, ജനങ്ങൾക്ക് വികസനം, അവരുടെ നേറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ഇതാണ് വേണ്ടത്. അത്തരം വിഷയങ്ങൾ ചർച്ചയിൽ വരാനായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. ഓക്കെ. പാർട്ടികളും ജനങ്ങളും 2 വഴിക്ക്. സാറേ, ഹിന്ദു വോട്ട് ബാങ്കിനെ എങ്ങനെ പിടിച്ചെടുക്കാം, മറ്റു വോട്ട് ബാങ്കിനെ എങ്ങനെ പിടിച്ചെടുക്കുക, ഇത് കൂട്ടിക്കിഴിക്കലാണ് ഈ AKG സെൻറ്ററിൽ ഇവരുടെ പരിപാടി. അതിനെ ആരെന്തൊക്കെ പറയണമെന്ന് അവർ നേരത്തെ തീരുമാനിക്കും. തീർച്ചയായിട്ടും. അതിനിടയിൽ ചവിട്ടി അരയ്ക്കപ്പെടുകയാണ് ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങൾ എന്നുള്ള ഒരു ഉപസംഹാരത്തെ നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു.